വിദ്യാഭ്യാസ ലോണൊക്കെ കിട്ടും. പക്ഷേ ഈ ലോണെന്ന് കേൾക്കുമ്പോഴേ ഒരു പേടിയാ. പേടിക്കണം. ക്ലീറ്റസേ, എങ്ങനെയായാലും ഇത് കൊടുക്കേണ്ടി വരും. 1-2 ആൾക്കാരോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേഗമാക്കണം നമുക്ക്. ഇവിടെയും വേറെ ബ്രോക്കർമാരുണ്ട്, ഞാൻ അവരോടും പറയാം. ചേച്ചി ധൈര്യമായിട്ട് പോകും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. ഓ, അവർ പറഞ്ഞതിൽ കാര്യമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗിരിയെ? ഹലോ ഹലോ ക്ലീറ്റസ്, ആരാ? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ കാര്യം പറയുന്നതിന് മുമ്പ് ക്ലീറ്റസ് ഫോൺ കട്ട് ചെയ്തു. ഇപ്പൊ നിങ്ങൾ ഫ്രീ കാര്യം ആണെങ്കിൽ പറ. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം. എനിക്കുണ്ട് ക്ലീറ്റസ് പ്രശ്നങ്ങൾ. നമ്മൾ തമ്മിലൊന്ന് മീറ്റ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ താങ്കൾ എൻ്റെ കാര്യം നോക്കണേ. ക്ലീറ്റസ്, എനിക്കും കൂടെ ഉപകാരമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ്. നമ്മളൊന്ന് മീറ്റ് ചെയ്താൽ ചിലപ്പോൾ മേലാണ് ആവശ്യമില്ല എൻ്റെ ഫോണിൽ വിളിച്ചേക്കരുത്. ഒന്ന് വെച്ചിട്ട് പോയി. ക്ലീറ്റസ്, ഞാൻ ശ്രീകുമാറാണ്. ഡാഡി, ഫോൺ. ഹലോ. എങ്ങനെ പോയാലും ഒരു 4 മാസത്തെ ഒഴിവുണ്ടാവില്ലേ? അപ്പം അതിനുള്ളിൽ പോകേണ്ടി വരുമല്ലേ? പോണ്ടി വരും. ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, എന്തെങ്കിലും വഴിയുണ്ടാവും. ദേ ഫോണെടുക്ക്. എടുക്കടോ. അല്ല, ഇപ്പോൾ എടുക്കണ്ട, ശരിയാവില്ല. കാശ് കൊടുക്കാനുള്ളതാണല്ലോ, ഞാൻ സംസാരിക്കാം. കുഴപ്പമില്ല. ആടോ. ഹലോ. ഹലോ ഗിരിയേട്ടാ. പെണ്ണാണല്ലോ. ഹലോ ഗിരിയേട്ടാ. ഞാൻ നിന്നെ വിളിച്ചോളാം. അതെ അതെ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ? ഞാനൊരു എന്താടോ, കാശ് വാങ്ങിച്ച പെണ്ണുങ്ങൾ വല്ലതും ആണോ? കാശ് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ശ്രീധനോട്ടാണെന്ന് മാത്രം. ഗിരിജാണ് കല്യാണം കഴിഞ്ഞതാ, എന്നിട്ടൊന്ന് പറയാണ്ടിരുന്നേ. മനഃപൂർവ്വം പറയാതിരുന്നതാണ്. അവളവിടെ വീട്ടിലാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് അവളോട് പ്രശ്നമൊന്നുമില്ല. അവളുടെ വീട്ടുകാരായിട്ട് ചെറിയ പ്രശ്നം. എനിക്ക് നാളെ രാവിലെ ഒന്ന് അവിടം വരെ പോകണം. കച്ചവടം ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. ഞാനൊക്കെ 4-5 കച്ചവടം ഒരുമിച്ചാ കൊണ്ടുപോണത്. എന്നിട്ട് എന്താ, ഒരു കുഴപ്പമില്ല. ഇതിനൊക്കെ മിടുക്ക് വേണം, മിടുക്ക്. മിടുക്കിൻ്റെ കാര്യമൊന്നും ആരും പറയണ്ട. സ്ത്രീധനം കിട്ടിയ പൈസ കൊണ്ടല്ല ആളെയും കച്ചവടം നടത്തണത്. ഞാൻ അങ്ങനെയല്ല. ഞാൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ഞാൻ അതിട്ട് കളിച്ച്. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? കടം അത്രയല്ലേ ഉണ്ടായുള്ളൂ. അങ്ങനെ ഒരു കടക്കണി കിടക്കാൻ എൻ്റെ പെങ്ങളെ കിട്ടില്ല. വേണ്ട, ഞാൻ അംബാനിയാന് ശേഷം വീട്ടിൽ കൊണ്ട് നാക്കിയാൽ മതി. അവൻ പറയുന്നതിൽ കാര്യമില്ലേ ഗിരി? എന്ത് കാര്യം? നിങ്ങൾ എനിക്ക് ചാന്ദിനിയെ കല്യാണം കഴിച്ച് തരുമ്പോൾ എനിക്ക് ഒറ്റ രൂപ കടം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കടമൊക്കെ വരുത്തി വെച്ചത് ഞങ്ങളാണോ? ഞാൻ ഇതുവരെ എന്ത് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാ നിങ്ങളോടൊക്കെ ആലോചിച്ചിട്ടാണ്. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതാത് സമയത്ത് നിങ്ങളെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് ഹോട്ടൽ ബിസിനസ്സിലാണ്. അത് അളിയെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തുടങ്ങി, അല്ലെങ്കിൽ തുടങ്ങില്ലായിരുന്നു. ഇപ്പൊ കുറ്റമൊക്കെ എനിക്കായി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നുമല്ല. പിന്നെ കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല. ഇവക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ വന്നു. അളിയോ, ഒരു കാര്യം പറഞ്ഞോട്ടെ. പോകുന്നതൊക്കെ കൊള്ളാം. ആ ശ്രീകാന്തിന്റെ പൈസ കൊടുക്കുന്നില്ലേ? അളിയാ, ആ ശ്രീകാന്തിനെ എനിക്കറിയാം. ഞങ്ങൾ അവൻ്റെ കാശ് കൊടുത്തിരിക്കും. പൊട്ടളിയാ. പിന്നെ കടം ഇന്ന് വരും, നാളെ പോവും. പക്ഷെ പണം പറയാൻ പറ്റില്ല എപ്പോൾ പോകുന്നു. ദൈവം, ഇതൊക്കെ കൂടി പോവും. എൻ്റെ ഒരു അളിയൻ. ഹോ, ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. തൻ്റെ പെണ്ണ് പാവാട്ടോ. അവൾ വിളിച്ച് അമ്മയുടെ തുണ്ടാക്കിക്കൂടെ? അതൊന്നും ശരിയാവില്ലടോ. എൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ടെങ്കിൽ എൻ്റെ അളിയൻ ഇന്നേക്കിന്ന് അവൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. തൻ്റെ കയ്യിൽ പൂത്താശില്ലല്ലോ. ഇടയിൽ പൂത്ത കടമുണ്ട്. എത്രയുണ്ട് കടം? എനിക്ക് മര്യാദ നല്ല ജോലി ഉണ്ടായിരുന്നു. ഞാൻ അത് ഉപേക്ഷിച്ച് ബിസിനസ് ചെയ്യാൻ പോയി, പണി പാളി. ഇനിയിപ്പോൾ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം. എന്താ ക്ലീറ്റസ്, നമ്മൾ മീറ്റ് ചെയ്യാറായോ? ഇതൊക്കെ ആളാരെന്നറിയില്ല. ഒരാഴ്ചയായി തുടങ്ങിയിട്ട്. ഇയാൾക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട്.
അത് തീർത്തു കൊടുത്താൽ എൻ്റെ എല്ലാ പ്രശ്നവും തീർക്കാന്നാ പറയണേ. തീർത്തു തരാൻ പറ. അതൊക്കെ എന്നെ നേരിട്ട് കാണണമെന്ന്. താനെന്ത് പറഞ്ഞു? ഓ, ഞാൻ മൈൻഡ് ചെയ്തില്ല. പ്രശ്നവും പുലുപോലൊക്കെ തീരാനുള്ള എന്തെങ്കിലും വഴിയാണെങ്കിൽ ക്ലീറ്റസേ. ഓ എടോ, വിളിച്ചു നോക്ക്, നമുക്ക് നഷ്ടപ്പെടാൻ വല്ലതും ഉണ്ടോ? ഉണ്ടോ? താൻ വിളിക്ക്, നമുക്ക് നോക്കാം. നീ വിചാരിക്കുന്നത് സിമ്പിൾ അല്ലത്. നമ്മളിത് പ്ലാൻ ചെയ്ത്. പ്ലീസ്, നീ നിന്റെ തിക്സ് നിന്റെ അടുത്ത് തന്നെ വെച്ചോ. ജീന, പക്ഷെ നമ്മളിത് നിനക്ക് വേറെ വല്ല ഐഡിയ ഉണ്ടോ ഇതല്ലാതെ? എടി, നിനക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തോണ്ടാണ്. മനീഷ്, നീ അധികം എന്നെ ഇറിറ്റേറ്റ് ജീന, ദിസ് ഇസ് നോട്ട് ഈസി. എടി, ഇത് ഇത് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത കാര്യമല്ലേ? ജീന, നമ്മൾ വിചാരിക്കുന്ന മനീഷ്, എളുപ്പമായിട്ട് ഇതാ. ഹാൻഡിൽ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെ, ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യം. ജീന, ഇല്ല, അങ്ങനെ റൂഡായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. കുഴപ്പമില്ല കേട്ടോ, ചെറിയൊരു തർക്കം അത്രേ ഉള്ളൂ. അത് സ്വാഭാവികമല്ലേ, പ്രായത്തിന്റെയാണ്. ശരി. ഓ, ലവേഴ്സ് ആണോ നിങ്ങള്? അതെ. ആണോ? ഹാപ്പി മാരീഡ് ലൈഫ്. അടുത്ത് ഇവിടെ തന്നെയല്ലേ പറഞ്ഞു? ഒന്ന് വിളിച്ചു നോക്കടോ. ക്ലീറ്റസ്. ആ, സാറത്തോടെ? അല്ല, ഞാനാണ് തന്നെ ഈ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആള്. അതെ, ഞാനതൊന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ക്ലീറ്റസ് ഫോൺ കട്ട് ചെയ്തു. അതാണ്. ഇത് ഞാൻ ക്ലീറ്റസിന്റെ ഫ്രണ്ടാ, ഗിരി. ഹലോ, ശ്രീകുമാർ. ഹലോ സർ. അല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം ഒന്ന് സംസാരിച്ചോട്ടെ ചെല്ലു പ്ലീസ്. എന്താടോ സാറെന്ത് പറഞ്ഞു? എനിക്കൊന്നും മനസ്സിലായില്ല. ആ പ്രശ്നം ഈ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കറിയാം. പോവാം. ജോസേ, ഞാൻ നല്ല കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചു വരാട്ടാ. ഹണീബിന്റെ ചായക്കടല്ലേ, ഒന്ന് നിർത്തിക്കൂടെ തമ്മിയണ്ണ? നിർത്തണോടാ, അവൾ എന്നോട് പറഞ്ഞു തുടങ്ങി. ആര്? എന്റെ കരള് അല്ലാതെ ഓ, ഏതായി അനിയൻ ഭാവി ചേട്ടൻ ഭാവി? ആരാ? ആ ഗിരി ഇവിടെ ഇല്ലേ? ഇല്ല. അവന്റെ കടയിലെ ഐറ്റം കൊടുത്തിട്ടേ കാശ് കിട്ടിയില്ലല്ലോ. അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കട അടച്ചിട്ടിരിക്കുക. എവിടെയാ അവൻ? ഇനി പൈസ എന്താ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് പുറത്തു പോയതല്ലേ. ഉവ്വ, ആള് പൈസ തരും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ധൈര്യത്തിനൊന്നൊരു കുറവുമില്ല, പക്ഷെ ഇനി ഞങ്ങൾ വരുമ്പോ ഇങ്ങനെ ആയിരിക്കില്ല. അതവനോട് പറഞ്ഞേക്ക്. വാടോ. പറഞ്ഞ കട തേങ്ങ മോറ. അവൻ അങ്ങനെ വിട്ടാ പറ്റില്ല. തേങ്ങ പൊരിക്കണ ചെകുത്താന് മുഖം. ജോസേ, ക്ലീറ്റസിനെ പോലെ തന്നെ ഗിരിയും ആൾക്കാരൊക്കെ അതേ അന്വേഷിച്ച് വന്നു തുടങ്ങി. അയാൾ കാര്യം എന്താണെന്ന് പറയുന്നില്ല. അയാളുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള എന്നെ എല്ലാ കാര്യങ്ങളും അയാൾ ശരിയാക്കും. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സീരിയസ് പ്രശ്നം ഉണ്ടാവട്ടോ. ഓ, നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതലാണ്. എന്താടാ ഒരു ആവശ്യമില്ല അത് വിലക്കണത്. ഒടുക്കത്ത് കൂടി കുടിച്ചിട്ട് ബ്രഷ് കണ്ടുകുത്തി കരക്കണ. എന്ത് പറയാ അടുത്ത് രാവിലെ കൂടി പൊല്ലേക്കാത്താളോ? ആ, അതാ ഞാൻ പറയണേ. നോക്കട്ടെ, നീ പോയി പണ്ടാറൻ ചെയ്യും. ആ പുട്ടിമ്പിള എടുത്ത് നാക്കും മടിക്ക്. അപ്പൊ എല്ലാം പണികൾ കൈകൊണ്ട് വല്ല പോരെ. അപ്പൊ വിരൽ കുത്തി കയറിയാലോ? തമ്മിണ്ണടിച്ചിട്ട് ബാക്കിയാ നിനക്ക് വേണ്ടല്ലോ. എനിക്ക് വേണം, പറഞ്ഞു ഒഴുകി. അപ്പൊ എല്ലേക്കും പോയാലും കിട്ടിയതാ. അത് ഫുള്ളെടുത്ത് മിണിങ്ങാനെ. നീ എന്റെ ഫോണും കട്ട് ചെയ്ത് തുടങ്ങിയല്ലേ? എടാ, ഞാൻ ഫോൺ കട്ട് ചെയ്തതല്ല. മിണ്ടരുത്. എനിക്ക് എന്റെ കാശ് നാളെ കിട്ടണം, അല്ലെങ്കിൽ നാറും. ശ്രീകാന്ത്, നാളെ എനിക്ക് പറ്റില്ല. ഞാൻ എത്രയും പെട്ടെന്ന് പൈസ തരാം. എടാ, നീ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ശ്രീകാന്ത്, ഞാൻ കുറച്ച് അവധിയാണ് ചോദിക്കുന്നത്, പ്ലീസ്. എടാ, നീ ഒരു അവധിയും ചോദിക്കണ്ട, അത് കിട്ടാനും പോകുന്നില്ല. പിന്നെ നിന്റെ പെണ്ണിന്റെ ചെക്ക് എന്റെ കയ്യിലുണ്ട്, അവളെ ഞാൻ കടത്തി പൊറപ്പിക്കില്ല. നോക്കിക്കോ. എന്റെ ഭാര്യനെ വെറുതെ ഇതില് വലിച്ചെടുക്കാൻ നിൽക്കരുത് കേട്ടോ. കാശ് വച്ചിട്ട് സംസാരിക്കണ തെണ്ടി.
സ്വാമിയെ ശരണമയ്യപ്പോ രക്ഷിക്കണേ. മടുത്ത് ക്ലീറ്റസ്, എടോ നാളെ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ക്ലീൻ സെറ്റാ, പെങ്ങളുടെ കല്യാണത്തിന് കുറച്ച് സ്വർണ്ണ വീട്ടിലേക്കുണ്ട്. അത്ര അർജൻറ്റാണെങ്കിൽ അമ്മേനോട് പറഞ്ഞാൽ ശരിയാക്കാം. വേണ്ട ജോസ്മാനെ, അതൊന്നും വേണ്ട. തിരിച്ചേട്ടാ, അവൾ കല്യാണം ഉറച്ചിട്ടില്ലല്ലോ. ജോസേ, നീ രാവിലെ തമ്മിനെയും കൂട്ടി പോയിട്ട് എടുത്തിട്ട് വാ. ചൊല്ലു. ക്ലീറ്റസ്, നാളെ രാവിലെ പോയി ശ്രീകുമാർ സാറിനെ ഒന്ന് കണ്ടാലോ? താനൊന്ന് നിന്ന് തന്നാൽ മതി. പുള്ളി എന്താ പറയണമെന്ന് നോക്കാമല്ലോ. കുടിക്കൂ. എനിക്ക് ഒരാളെ കൊല്ലണം. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കൊല്ലണം. പണം എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരും. ക്ലീറ്റസ്, ഇനി മേലെ തന്നെ വിളിക്കരുത്. ക്ലീറ്റസ്, ഒന്നും കൂടെ ആലോചിച്ചൂടെ? വെയിറ്റ്. നിങ്ങളുടെ പ്രശ്നങ്ങളും തീരും, എൻ്റെ പ്രശ്നങ്ങളും തീരും. തമ്പിയടാ, നമുക്ക് അനിച്ചേന്റെ കട കയറിയിട്ട് പോവാം. അല്ലെങ്കിലേ ഞാൻ തന്നെ റിട്ടേൺ അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ കയറിയിട്ട് പോവാ. ആ പോവാം. മക്കള് രണ്ടും വണ്ടി നിറയിക്ക്. എന്തിന്? എടാ, കിരീട വണ്ടിയല്ലേ, ഇത് ഞാൻ കൊണ്ടുപോവാ. ഇറങ്ങിറങ്ങ്. നിങ്ങക്ക് തരാനുള്ള കാശ് ബാഗിലുണ്ടെന്ന്. അത് ഗിരിച്ചേട്ടൻ തരും. ഓവർ സ്മാർട്ട്നെസ് കാണിക്കല്ലേ. അവൻ ഒരുപാട് പേരുടെ കാശ് പിടിച്ചിട്ടുണ്ട്. ഈ കാശ് എങ്ങാനും അവന്റെ കിട്ടിയാലുണ്ടല്ലോ, അത് പല വഴിക്കും പോകും. പിന്നെ ഞാനേ, അത് ഞങ്ങൾക്കറിയാൻ പാടില്ല. എനിക്കറിയാം. ഹംസു വണ്ടി എടുത്തോ. ഗിരിച്ചേട്ടൻ ദൈവം മനുഷ്യന്റെ നോക്കിക്കോ. നീ വണ്ടി ഇടറാ. തമ്മിയുടെ ബാലൻസ് വേടാ. എടാ വണ്ടി വേന്ന് പറ. എനിക്ക് തമ്മിടാ. താനെന്താടി കാണിച്ചു? പന്നിനെ ചവിട്ടി ക്ലീസടാ. നീ നിന്നോട് പറഞ്ഞതല്ലേ? ക്ലീൻ വാ, നമുക്ക് ഞാൻ അവരിക്കാം. വേണ്ടല്ലേ? എടാ, ഞാനും ശ്രീകാന്തും തമ്മിലുള്ള പ്രശ്നമല്ലേ? അടി കൊള്ളാലല്ലേ? സൂപ്പർ.
കാശ് വെച്ചപ്പോ അതിനെ തല്ലി തോൽപ്പിക്കുന്നോടാ. നിന്റെ കാശ് തരും, നീ ഇപ്പൊ പോ. എവിടെ പോവാൻ? എടാ നിന്നെ നന്നാക്കാൻ വേണ്ടിയല്ല ഞങ്ങളിവിടെ ഫിനാൻസ് ചെയ്യുന്നത്. ആരാണെങ്കിൽ നീ ഇപ്പൊ കാശാ. ഇനി നിനക്ക് തരാനുള്ള കാശ് ഇപ്പൊ തരും. അപ്പൊ എന്റെ കാശോ? എന്ത് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളുടെ പൈസ നമ്മൾ തിരികെ തരും. നല്ല കടം സമയം എന്താ? ഇപ്പൊ ആള് കൂടിയിട്ടുണ്ട്. നിങ്ങൾ നലം പൊപ്പിക്കാണ്ട് തിരികെ പോ പ്ലീസ്. ആള് കൂടട്ടാ, കൂടട്ടെ. ഇപ്പൊ എവിടെ നിന്ന് വന്നത് നിനക്ക് ഈ മാനവമാനമൊക്കെ? എന്താടാ നിനക്ക് നാ ഇറങ്ങിപ്പോയാ? കാശ് എവിടെടാ? ശ്രീകണ്ഠേട്ടാ 2 ലക്ഷം രൂപയുണ്ട്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. നീയെ കൂടെ കുറെ ഉണ്ടാക്കിയതല്ലേ. ഇനി മൊത്തം പൈസക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിട്ട് പോയാൽ മതി. അടിയാങ്കി അടി. ഇനി നിന്റെയൊക്കെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിട്ടേ പോകുന്നുള്ളൂ. ഞങ്ങൾ തന്നെ ചൊള പോലെ എണ്ണി മടിച്ചിട്ട് കൊഴുത്ത് കിടക്കുക. എടാ മറ്റുള്ളവരുടെ കാശിലല്ല ഞെളിയേണ്ടത്, മനസ്സിലായ? എനിക്ക് ഇവന്മാരെ കാശ് തരാനുണ്ടെന്ന്. അതെ ശ്രീകണ്ഠേ മാറിപ്പോടാ. അതെ നിങ്ങൾ ചെയ്ത വളരെ നന്നായി. ഇവന്മാരെ ഒന്നും ഇങ്ങനെ വിടാൻ പറ്റൂല. ആ സാറേ, അവരുടെ പണം എത്രയാണെന്ന് ചിലത് നാളെ കൊടുക്കാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇതുവരെയുള്ള പ്രശ്നങ്ങളും ബാധ്യതകളും ഒക്കെ തൽക്കാലം ഇതുകൊണ്ട് തീർക്കും. 10 ലക്ഷം രൂപയുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. ഇതാണ് മനീഷ്. ഹായ്, ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ് എവരിബഡി. സൺഡേ സോങ്ത്തോണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ മനീഷ്. അലോങ് സൈഡ് ദിസ് മീ ആർജെ അജയ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മനീഷ്. ദിസ് ഈസ് മാർക്കോണി FM 91.6. ജീവിതം പാട്ടിലാക്കൂ. ഇവനിപ്പോൾ എൻ്റെ മകളുമായിട്ടൊരു അഫെയറില്ല. അവൾ MBBS പഠിക്കുന്നു. അവളെക്കാൾ 2 വയസ്സ് താഴെയായി ഇവൻ. 2 പേരോടും ഞാൻ പലതവണ പറഞ്ഞു നോക്കി. പക്ഷേ അവർക്ക് അവരുടെ പ്രണയമാണ് വലുത്. എനിക്കെൻ്റെ മകൾ. ഇന്നത്തെ കാലത്ത് 2 വയസ്സ് കൂടി പോയതിന്റെ പേരിൽ ഒരാളെ കൊല്ലാന്നൊക്കെ പറഞ്ഞ മതിയായ കാരണമില്ലാതെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാരണം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി എന്ത് ചിലവാക്കാനും എനിക്കൊരു മടിയില്ല. പ്രശ്നങ്ങളുണ്ട് സാർ, പക്ഷേ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. പ്രശ്നങ്ങൾ തീരാനും തീർക്കാനും. ഞങ്ങൾ ശരിക്കും നിങ്ങൾ ശ്രമിച്ചു നോക്കാം സാർ. നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും? ഒരു 2 വീക്സ്. യെസ് സർ. കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അവിടെ വന്നേ. എന്താ എന്റെ ഉദ്ദേശം? ക്ലീറ്റസ് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നാണം കെട്ടു. ഇനി എനിക്ക് നാണം കെടാൻ വയ്യ. ഇതൊരു ശ്രമമാണ്, നമുക്ക് ശ്രമിച്ചു നോക്കാം. അതിനെന്താ തെറ്റ്? എക്സ്ക്യൂസ് മീ ചേട്ടാ, ഇവിടുന്ന് ഹൈവേ പോവാൻ അന്ന് വോക്ക് വെച്ച് കണ്ടതല്ലേ?